ഹായ് ഫ്രണ്ട്സ്, മദേഴ്സ് ആൻഡ് ഡോട്ടേഴ്സ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോയാലോ. ഞാനിന്നിവിടെ കുക്കറിൽ പെർഫെക്റ്റായിട്ട് ചോറ് എങ്ങനെ വെക്കുക എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ കുറേ പേർക്ക് അതറിയില്ല, അതുകൊണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് വേണ്ടി ഞാൻ വലിയൊരു 10 ലിറ്ററിൻ്റെ കുക്കർ, 1 കിലോ അരിയാണ് വെക്കുന്നത്. 10 ലിറ്ററിൻ്റെ കുക്കർ എടുത്തിട്ടുണ്ട്. നിറയെ നമ്മൾ കലത്തിൽ വെള്ളം വെക്കുന്ന പോലെ വെക്കണം. അതിന് വേണ്ടി വെള്ളം ഞാൻ ആദ്യമേ തിളപ്പിച്ചിട്ടുണ്ട്. തിളച്ച വെള്ളം എടുത്തിട്ട് കഴുകിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ഫുള്ളായിട്ട് ഒഴിക്കാം കേട്ടോ. എന്നാലുള്ളൂ അത് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ചട്ടിയിൽ വെക്കുന്നത് പോലെ വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് വിസിൽ വെച്ച് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ആവും ടൈം. ആ സമയത്ത് കുക്കറിൻ്റെ അവിടെ കറക്റ്റ് അവിടെ ചെറുതായിട്ട് ഗ്യാസ് നിറയുമ്പോൾ വെള്ളം ഉറ്റി അവിടെ തന്നെ തിളക്കും. ഗ്യാസ് നിറയുമ്പോൾ ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അതിപ്പോൾ കാണും. പിന്നെ ചെറിയ കുക്കറിൽ വെക്കണവരാണെങ്കിൽ ഇതാ വന്നു കേട്ടോ. വെക്കുന്നവരാണെങ്കിൽ അവർക്ക് ഒരു വിസിലടിച്ചിട്ട് തുറന്നാലും പെട്ടെന്ന് തുറന്നാലും കുഴപ്പമില്ല. ഇതാ നമ്മൾ പൈപ്പിൻ്റെ അടിയിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് അങ്ങനെ വെക്കണം കുക്കറിൽ. അത് കഴിഞ്ഞിട്ട് പൈപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് ഗ്യാസ് പോയതിന് ശേഷം തുറന്ന് നോക്കാം. ചിലപ്പോൾ കുറച്ച് വേവ് കുറവുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മളതങ്ങനെ, എന്നാലും ലേറ്റായാൽ ചിലപ്പോൾ വേവ് അധികമായി പോവും. അപ്പോൾ കുറച്ച് കുറവുണ്ടെങ്കിൽ ചിലർക്ക് നല്ല വേവേണ്ടി വരും, കമ്മി വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വേണമെങ്കിൽ ഒന്നും കൂടി അതുപോലെ മൂടി വെച്ചാൽ മതി. എന്നിട്ട് 2 മിനിറ്റ് വെച്ചിട്ട് തുറന്ന് കറക്റ്റായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ വിസിൽ വാസർ മൂടിയിൽ നിന്ന് ഊരിയിട്ട് നമുക്ക് തുറന്ന് വെച്ച് മൂടി വെക്കാം. എന്നിട്ട് ഞാനിങ്ങനെയാണ് വാർക്കൽ. ഇനി കയ്യിൽ വെച്ച് ഊറ്റണവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വാർത്ത് പിന്നെ വെള്ളം പോയതിന് ശേഷം നമുക്കത് നിർത്തിയിട്ട് തുറന്ന് നോക്കാം. നല്ല നീറ്റായിട്ടുണ്ടാവും കേട്ടോ ചോറ്. ഇതാ കറക്റ്റായിട്ടുണ്ട്. എല്ലാം വേവൊന്നും അധികമായിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക. എല്ലാവർക്കും നന്ദി.